ഓൺലൈൻ ക്ലാസുകൾ എല്ലാവർക്കും പരിചിതമായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് എക്യുപ്മെന്റ്സ് എന്ന ഭാഗത്തിലെ ഒപ്റ്റിക്കൽ പവർ മീറ്റർ, ലൈറ്റ് സോഴ്സ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവുമാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. ഇതിന്റെ പ്രവർത്തനം, ഉപയോഗം എന്നിവ പ്രാക്ടിക്കലിന്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം. ഒപ്റ്റിക്കൽ ഫൈബർ മൈക്രോസ്കോപ്പ്, അടുത്ത എക്സ്പെരിമെന്റ് നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബർ മൈക്രോസ്കോപ്പ് ആണ്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ മൈക്രോസ്കോപ്പ്? ഇറ്റ് ഈസ് എ ഡിവൈസ് that enlarges objects that are too small to see with naked eyes. ഒപ്റ്റിക്കൽ ഫൈബർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഒബ്ജക്റ്റിനെ വളരെ അധികം എൻലാർജ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേം പ്രോപ്പർ പോളിഷിംഗ് ഓഫ് ദ കണക്ടേഴ്സ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഉപയോഗിക്കുന്ന കണക്ടറിന്റെ കൃത്യമായ പോളിഷിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇറ്റ് ആൾസോ ചെക്ക് ഔട്ട് ഡിപ്രഷൻസ്, സ്ക്രാച്ചസ്, contaminations and other condition of FC, SC, LC fiber optical jumper fitted connectors. ഇത് ഒരു കേബിളിന്റെ കണക്ടറിലെ ഡിപ്രഷൻ, സ്ക്രാച്ചുകൾ, കണ്ടാമിനേഷൻ, അതിലെ ഡസ്റ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. Moreover, it also shows any sign of crack, chips or areas where the fiber either protruding from one end of the cable or pulling back into it. ഇത് കേബിളിന്റെ കണക്ടേഴ്സിലെ ക്രാക്കുകളോ അല്ലെങ്കിൽ കേബിൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി ചിത്രത്തിലേക്ക് നോക്കൂ. ഒരു ഫൈബർ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്, ഹാൻഡ് ഹെൽഡ് ഫൈബർ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങൾ എന്തെല്ലാം കാണാം. ഒന്ന്, ഐപീസ്, ഓൺ ഓഫ് സ്വിച്ച്, ബാറ്ററി കമ്പാർട്ട്മെന്റ്, യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ ഉപയോഗിച്ച് SC, ST, LC കണക്ടേഴ്സ് കണക്ട് ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു അഡാപ്റ്ററിൽ തന്നെ മറ്റെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കേബിളുകൾ എങ്ങനെയാണെന്നത് കാണാം. ആദ്യത്തെ ചിത്രം SC ഒപ്റ്റിക്കൽ കണക്ടറിന്റെ. അതിൽ SC ഒപ്റ്റിക്കൽ കഥ ചെറുത് നടുക്കിൽ കാണുന്നത് കോറ്, പുറത്ത് കാണുന്നത് അതിന്റെ ക്ലാഡിങ് മറ്റു ഭാഗങ്ങളാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് തോന്നാം. നോക്കൂ, അടുത്ത ഫിഗറിൽ അത് എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ മാഗ്നിഫൈ ചെയ്തിട്ട്. നടുക്കിൽ കോർ സോൺ കാണുന്നു, പിന്നെ അഡസീവ് സോൺ, ക്ലാഡിങ് സോൺ, അതിലെ കോണ്ടാക്ട് സോണൊക്കെ കാണുന്നു. MU ഒപ്റ്റിക്കൽ കണക്ടറിന്റെ ചിത്രം അതിൽ തന്നിട്ടുണ്ട്. അതുപോലെ LC ഒപ്റ്റിക്കൽ കണക്ടറിന്റെ ചിത്രത്തോട് നമ്മൾ തന്നിട്ടുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇനി ഒരു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഹാവ് ഫാക്ടറി ടെസ്റ്റഡ് ഫിൽറ്റേഴ്സ് ടു പ്രൊട്ടക്ട് അവർ ഐസ് ഫ്രം ഹാർംഫുൾ ലൈറ്റ് എക്സ്പോഷർ. ഇതിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോസ്കോപ്പില് ഫാക്ടറിയിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത നല്ല ഫിൽറ്റർ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യും? ഐനെ പ്രൊട്ടക്ട് ചെയ്യും. എന്നാലും ഡയറക്റ്റ് കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. ഒരു സിഗ്നൽ, നേരിട്ട് വരുന്ന സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല. അത് ഞാൻ പ്രിക്കോഷൻസ് പറയുമ്പോൾ പറയാം. ഇറ്റ് ഓൾസോ ഹാവ് യൂണിവേഴ്സൽ അഡാപ്റ്റർ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ടർ, SC, LC, ST കണക്ടേഴ്സ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഈ അഡാപ്റ്റർ 2.5 mm മുതൽ 1.25 mm ഉള്ളത്. പിന്നെ ഇതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 മടങ്ങാണ്. To magnify 400 times. A handheld fiber microscope is a rugged, portable, economic tools. ഇത് അഡ്വാൻറ്റേജ് ആയിട്ടും പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു, അഡാപ്റ്ററുകളെ പറ്റി പറഞ്ഞു. അതിനെ കാണാം. ഒന്ന് LC അഡാപ്റ്റർ, അടുത്തത് FC അഡാപ്റ്ററാണ്. രണ്ട് അഡാപ്റ്ററും വ്യത്യാസം ഒന്ന് കണ്ടുനോക്കിക്കോളൂ. അഡാപ്റ്ററുകൾ നമുക്ക് എല്ലാം അറിയാം. ഒന്ന് SC കണക്ടറിന് വേണ്ടി, ഒന്ന് LC കണക്ടറിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ അഡാപ്റ്റേഴ്സ് ചേഞ്ച് ചെയ്യണം. ഒരു ഹാൻഡ് ഹെൽഡ് ഫൈബർ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കേബിളിന്റെ കണക്ടറിലെ പ്രോപ്പർ പോളിഷിംഗ്,
കണ്ടാമിനേഷൻസ്, ഡസ്റ്റ് പാർട്ടിക്കിൾ എന്നിവ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. ആദ്യം ഫൈബർ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. ഇതിന്റെ ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് പഠിക്കാം. ഫസ്റ്റ് ബാറ്ററി കമ്പാർട്ട്മെന്റ്. ഇവിടെ 1.5 വോൾട്ടിന്റെ 2 സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. സെല്ലിന്റെ പോസിറ്റീവ് ഭാഗം ഉള്ളിലേക്കായിട്ട് ഇടുന്നു. അടുത്തതായി ഇത് യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ യൂണിവേഴ്സൽ അഡാപ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ SC, ST, LC കണക്ടേഴ്സിന് ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിന്റെ അഡാപ്റ്റർ ചേഞ്ച് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തത് ലൈറ്റ്. ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കേബിൾ കണക്ട് ചെയ്യുന്നത്. എന്നാലേ എൻഡ് കൃത്യമായിട്ട് കേബിളിന്റെ കണക്ടർ കാണാൻ കഴിയുള്ളൂ. അതിന് വേണ്ട ബാക്ക് ലൈറ്റ് ആണ്. അടുത്തത് ഈ സ്വിച്ച്. ഇത് ക്യാമറ സൂം ചെയ്യുന്നതിനും സൂം ഔട്ട് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നത്. സൂം ആവുന്നതും സൂം ഔട്ട് ആവുന്നതും കാണുന്നില്ലേ. ഈ വീല്, ഫ്രണ്ട് ഇവിടെ കാണുന്ന ഈ വീല് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫോക്കസ് ഇവിടേക്ക് ശ്രദ്ധിക്കുക, ഈ സൈഡിലേക്ക് ശ്രദ്ധിക്കൂ. അടുത്ത് കാണിച്ചു തരാം. ഫോക്കസ് ഇന്നായി. ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ പുറത്തേക്കും അകത്തേക്കും വരുന്നില്ലേ, കണ്ടില്ലേ. അടുത്തത് കേബിൾ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പരിശോധിക്കാം. ആദ്യം കേബിളിന്റെ എൻഡ് ക്യാപ്പ് റിമൂവ് ചെയ്തു. കേബിളുമായി കേബിൾ മൈക്രോസ്കോപ്പുമായി കണക്ട് ചെയ്യുന്നു. ശ്രദ്ധപൂർവ്വം കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തു. ഇനി ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കണക്റ്റിനേക്കാട്ടും മുമ്പേ കേബിളിൽ ഒരു പവറും ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. പവർ എന്ന് പറഞ്ഞാൽ ലേസർ പവറാണ്. അത് നമ്മളെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ കണ്ണ് നാശമായി പോകും. അതുകൊണ്ട് ഇത് കേബിളിൽ ഒരു പവറുമില്ലാന്ന് ആദ്യം ഉറപ്പുവരുത്തിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിൽ കൂടെ നോക്കുന്നതെന്ന് നോക്കാം. കേബിൾ കണക്ട് ചെയ്തു. ക്യാമറ സൂം അഡ്ജസ്റ്റ് ചെയ്യും. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പേ ലൈറ്റ് ഓൺ ചെയ്യണം. ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കേബിളിന്റെ കണക്ടറിന്റെ എൻഡ് കാണാൻ കഴിയുള്ളൂ. ഇതുപോലെ സൂം ചെയ്തു നോക്കി ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യണം. സ്ക്രീനിൽ കാണാനില്ലേ, ഈ കേബിളിന് യാതൊരു കേടും ഇല്ല. പുതിയ കേബിൾ ആയതുകൊണ്ടാണ് ഇതിലൊരു കേടും കാണാനില്ല. നല്ല ക്ലിയർ ആണ്. ഇത് സെന്ററിൽ കാണുന്നത് കോറാണ്. ഇങ്ങനെയാണ് കേബിൾ ടെസ്റ്റ് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് ചെയ്തു. ഈ കേബിളിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ അല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് ക്ലീനിങ് ടൂൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണം. ഞാൻ കേബിൾ ഊരുന്നു. പൊട്ടറ്റി ക്യാപ്പ് അടച്ചു വെച്ചു. അടുത്തതായി ഒരു സ്ക്രീനിന്റെ സഹായത്തോടു കൂടി ഒരു മൈക്രോസ്കോപ്പിലൂടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന്റെ കണക്ടറിന്റെ കേടുപാടുകൾ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണാം. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടർ സ്ക്രീനിന്റെ സഹായത്തോട് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഈ മീറ്റർ ഒരു OTDR ആയിട്ടും ഉപയോഗിക്കാം. 30-40 കിലോമീറ്റർ നീളത്തിലുള്ള കേബിളുകൾ ടെസ്റ്റ് ചെയ്യുന്നതിനും ഈ മീറ്റർ ഉപയോഗിക്കുന്നു. ഇവിടെ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കേബിളുടെ എൻഡ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ടെസ്റ്റ് തുടങ്ങാം. മൈക്രോസ്കോപ്പ് ആവശ്യമുണ്ട്. കേബിൾ, ക്ലീനിങ് ടൂൾസ്. ഇത് പുതിയൊരു SC LC കണക്ടറുള്ള കേബിളാണ്. ഈ കേബിൾ പുതിയതായതിനാൽ ക്ലീൻ ആയിരിക്കാം. എന്നാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ എൻഡുകൾ ക്ലീനിങ് ടൂൾസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്നും പരിശോധിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കേബിൾ എൻഡിലെ പ്രൊട്ടക്റ്റീവ് ക്യാപ്സ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തു. മൈക്രോസ്കോപ്പുമായി കണക്ട് ചെയ്യുന്നു. ഇനി സ്ക്രീനിലേക്ക് നോക്കാം. സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് കറുത്ത ഡോട്ടുകൾ കാണാനുണ്ട്. ഇത് കേബിൾ DT ആണെന്ന് സൂചിപ്പിക്കുന്നു.
അല്ലെങ്കിൽ പൊടിപടലങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. കേബിളിന്റെ മറ്റേ എൻഡ് കൂടിയും കണക്ട് ചെയ്ത് നോക്കാം. ഈ എൻഡും ഡേട്ടിയാണ്, ഇതിലും പൊടിപടലങ്ങൾ ഉണ്ട്. ഈ കേബിൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. മുകളിൽ കാണുന്ന ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ കേബിൾ പൊടിപടലം ഉണ്ടെങ്കിലും ടെസ്റ്റ് പാസ്സായിരിക്കുന്നു, ആയതിനാൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ക്ലീൻ ടൂൾസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ഇത് SC ക്ലീനിങ് പെന്നാണ്. ഇത് വലിയ കണക്ടർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇതൊരു LC ക്ലീനിങ് പെന്നാണ്. ഇത് ചെറിയ കണക്ടർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ ക്ലീനിങ് ടൂള് ട്രിഗർ പ്രസ് ചെയ്ത് ക്ലീനിങ് പെന്നിൻ്റെ എൻഡ്, അതുപോലെ മൈക്രോസ്കോപ്പിൻ്റെ എൻഡ് എന്നിവ ക്ലീൻ ചെയ്യാം. മൈക്രോസ്കോപ്പിൻ്റെ എൻഡിൽ അതുപോലെ കേബിൾ കണക്ടറിൻ്റെ എൻഡിലൊക്കെ പൊടിപടലങ്ങൾ ഉണ്ടാവാം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ക്ലീൻ ആയിരിക്കില്ല. ആയതിനാൽ ആദ്യം മൈക്രോസ്കോപ്പിൻ്റെ എൻഡ് ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിൻ്റെ എൻഡ് തൊടാൻ പാടില്ല. അടുത്തത് ക്ലീനിങ് പെൻ ഉപയോഗിച്ച് കേബിളിൻ്റെ എൻഡ് ക്ലീൻ ചെയ്യും. 2-3 പഫ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആവും. രണ്ടേറ്റവും ക്ലീൻ ചെയ്തു. പെൻ അടച്ചു വെച്ചു. കേബിൾ മൈക്രോസ്കോപ്പുമായി കണക്ട് ചെയ്തു. സ്ക്രീനിലേക്ക് നോക്കൂ. ഈ കേബിൾ വളരെ നന്നായി ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. കേബിളിൻ്റെ മറ്റേ എൻഡ് അത്ര ക്ലീൻ അല്ല, ഇപ്പോഴും ഒരു ഡോട്ട് കാണാനുണ്ട്. ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്നൊന്ന് ക്ലീൻ ചെയ്തു. വീണ്ടും കണക്ട് ചെയ്ത് നോക്കി. കേബിൾ നന്നായി ക്ലീൻ ആയിരിക്കുന്നു. ഇനി കേബിളിൻ്റെ എൻഡിൽ എൻ്റെ കൈ കൊണ്ട് തൊട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൊക്കെ ആ കണക്ടറിലായിട്ടുണ്ട്. അതിനാൽ ഡേർട്ടി ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കൂ. കണക്ട് ചെയ്തു നോക്കൂ. കംപ്ലീറ്റ് മോയ്സ്ചർ അടങ്ങിയിട്ടുണ്ട്. അതിനാലാണ് ക്ലീൻ അല്ലാതിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോൺ ബിയും സോൺ ഡിയും ഫെയിലായി. റെഡ് കളർ ഭാഗമാണ് ഫെയിലായ ഭാഗം, ബി അതുപോലെ ഡി ഭാഗം. സോൺ എ ക്ലീനാണ്. സോൺ സിയും ക്ലീനാണ്. ഈ ഷർട്ട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നോക്കാം. ക്ലീൻ ആവാൻ സാധ്യത കുറവാണ്. കാരണം ഷർട്ടിൻ്റെ മുകളിലും നമ്മുടെ മോയ്സ്ചറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും നോക്കാം. ഇപ്പോഴും ക്ലീൻ ആയിട്ടില്ല. അതിനർത്ഥം ടേബിളിൻ്റെ കണക്ടേഴ്സ് ഷർട്ട് കൊണ്ടോ അല്ലെ സാധാരണ തുണി കൊണ്ടോ ക്ലീൻ ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി കേബിളിൽ ഒരു സ്ക്രാച്ചസ് വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നോക്കൂ. ഈ സ്ക്രൈബർ ഉപയോഗിച്ച് ഞാൻ ചെറിയൊരു സ്ക്രാച്ച് വരുത്തി. ഇനി ടെസ്റ്റ് ചെയ്യാം. നോക്കൂ. കേബിളിൻ്റെ ഇടതുഭാഗം സ്ക്രാച്ചസ് ധാരാളമുണ്ട്. അതിനാൽ ഇതൊരിക്കലും പാസ്സാവില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോൺ ബി ഫെയിലായിരിക്കുന്നു. റെഡ് കളർ ഭാഗമാണ് ഫെയിലായത്. പച്ച ഭാഗം ഫെയിലാണ്. പക്ഷെ അത് വലിയ പ്രോബ്ലം ഇല്ല. റെഡ് കളർ വന്നാൽ ഒരിക്കലും ഉപയോഗയോഗ്യമല്ല. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു കണക്ടർ എൻഡ് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് കണ്ടുവല്ലോ. ഇനി അതിന്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. കണക്ട് an optical fiber with inspection microscope after removing the end cap of the cable. കേബിളിന്റെ എൻഡ് ക്യാപ്പ് റിമൂവ് ചെയ്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നമ്മളെ മൈക്രോസ്കോപ്പുമായി കണക്ട് ചെയ്യാം. ചില സമയത്ത് കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും അലൈൻ ആവില്ല. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് the screw of the adapter of the microscope to align the optical fiber cable. ആ ചിത്രം നോക്കൂ. ആ കേബിൾ സ്ക്രൂ നമ്മൾ തിരിച്ചും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അലൈൻ ആവും. Then press on button to pass the light into the optical fiber cable
വിച്ച് ഈസ് ടു ബി ടെസ്റ്റഡ്. അത് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിലെ ലൈറ്റ് ഓൺ ബട്ടൺ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നല്ല ലൈറ്റ് പാസ് ചെയ്യുള്ളൂ ആ കേബിൾ കൂടെ. അപ്പൊ നമുക്ക് ആ എൻഡ് കൃത്യമായിട്ട് കാണാം. ഒബ്സർവ് ദ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ത്രൂ ദ ഐ പീസ് ഓഫ് ദ മൈക്രോസ്കോപ്പ്. ഐ പീസ് നമ്മൾ കണ്ണിനോട് അടുത്ത് വെച്ചിട്ട് അതെന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യാം. അഡ്ജസ്റ്റ് ദ ഫോക്കസ് കൺട്രോൾ ടു ഫൈൻഡ് ദ ക്ലിയറസ്റ്റ് വ്യൂവിംഗ്. അതിന്റെ ഫോക്കസ് കൺട്രോൾ എന്ന സാധനമാണ്, അത് കണ്ടില്ല അത് തിരിക്കുന്നത്. അത് മെല്ലെ തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ എൻഡ് കൃത്യമായി കാണുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സീ ദ ഇമേജ് ഓഫ് ഫൈബർ കണക്ടർ ത്രൂ ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് കൂടെ ആ ഫൈബർ എൻഡിന്റെ കണക്ടർ നോക്കുക. ചെക്ക് ഫോർ എനി കണ്ടാമിനേഷൻ ഇൻ ദ എൻഡ് ഓഫ് ദ ഫൈബർ. ഫൈബറിൽ എനി കണ്ടാമിനേഷൻസോ അല്ലെങ്കിൽ ഡസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇഫ് എനി ഡസ്റ്റ് ഈസ് പ്രസന്റ്, ചിലപ്പോൾ അതിൽ ഡസ്റ്റുകൾ ഉണ്ടാവാം. അതുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ക്ലീൻ ദ കണക്ടർ വിത്ത് എ ക്ലീനിങ് ഡിവൈസ്. ഡസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. അത് ആ ക്ലീനിങ് ടൂൾ ഞാൻ നേരത്തെ കണ്ടതാണ്, എന്നാലും ഒന്നുകൂടി കണ്ടോളൂ. ആ ചിത്രത്തിൽ ആ ക്ലീനിങ് ടൂൾ വെച്ച് വസ്ത്രമായിട്ട് ക്ലീൻ ചെയ്യും. ഇത് SIക്കും LCക്കും ഒക്കെ സെപ്പറേറ്റ് ക്ലീനിങ് ടൂൾസ് ഉണ്ട്. ആഫ്റ്റർ ക്ലീനിങ് അഗൈൻ ചെക്ക് ഫോർ എനി ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ ഫൈബർ ആഫ്റ്റർ ഇൻസ്പെക്ടിംഗ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് കൂടെ നോക്കിയതിന് ശേഷം വീണ്ടും എന്തെങ്കിലും ഡസ്റ്റുകൾ ഉണ്ടോ നോക്കാം. ഇഫ് എനി ഡസ്റ്റ് അഗൈൻ ക്ലീൻ. ഇഫ് എനി ക്രാക്ക് ഓർ സ്ക്രാച്ചസ് we have to replace the cable. After that, close the adapters. ഇതാണ് പ്രൊസീജിയർ. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ഒബ്സർവ് വൈൽ യൂസിംഗ് മൈക്രോസ്കോപ്പ്. ഇതാണ് അടുത്ത പ്രധാനം നോക്കുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നേരത്തെ പറഞ്ഞു VFL പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ നെവർ ലുക്ക് ടു നേക്കഡ് ഐ ത്രൂ ദ മൈക്രോസ്കോപ്പ് ഇഫ് എനി ലേസർ സോഴ്സ് ഈസ് അവൈലബിൾ ഓർ എനി പവർ ഈസ് ഇൻ ദിസ് കേബിൾ. കേബിളിൽ എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ നേക്കഡ് ഐ കൊണ്ട് നോക്കാൻ പാടില്ല, കണ്ണ് നാശാവും. ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല. സോ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് നോ പവർ അവൈലബിൾ ഇൻ ദ കേബിൾ. അതുകൊണ്ട് കേബിളിൽ ഒരു പവറും ഇല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ബിഫോർ ടെസ്റ്റിംഗ് വി ഹാവ് ടു ക്ലീൻ ദ മൈക്രോസ്കോപ്പ് ആസ് വെൽ ആസ് കേബിൾ എൻഡ്സ്. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ മൈക്രോസ്കോപ്പിന്റെ അതുപോലെ കേബിളിന്റെ എൻഡുകൾ ക്ലീൻ ചെയ്യണം. നമ്മൾ ക്ലീനിങ്ങിന് ശേഷം ഒരിക്കലും ബാക്ക് ഹാൻഡോട് കേബിൾ എൻഡ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് ടെസ്റ്റ് ദ കണക്ടർ എൻഡ് വിത്ത് ബാക്ക് ഹാൻഡ് ആഫ്റ്റർ ക്ലീനിങ്. ക്ലോസ് ദ എൻഡ് ഓഫ് ദ കണക്ടർ വിത്ത് പ്രൊട്ടക്റ്റീവ് കേബിൾ വൈൽ ഇറ്റ് ഈസ് നോട്ട് യൂസിംഗ്. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് മൈക്രോസ്കോപ്പിന്റെ എൻഡ് ആണെങ്കിലും അതുപോലെ കേബിളിന്റെ എൻഡ് ആണെങ്കിലും പ്രൊട്ടക്റ്റീവ് കേബിൾ ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിരിക്കണം. ഇപ്പോ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് കേബിളിന്റെ എൻഡുകൾ ടെസ്റ്റ് ചെയ്യാൻ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു അസൈൻമെന്റ്. റൈറ്റ് ആൻ എക്സ്പെരിമെന്റൽ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഓഫ് മൈക്രോസ്കോപ്പ് ഇൻ യുവർ റെക്കോർഡ് ബുക്ക് ഇൻ ദ ഫോളോവിംഗ് ഫോർമാറ്റ്. ഇതിനുശേഷം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ, ഇപ്പൊ സ്കൂളിലില്ല, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളായാലും നമ്മൾ റെക്കോർഡ് വാങ്ങി റെക്കോർഡിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ എക്സ്പെരിമെന്റ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. ആ പ്രൊസീജിയർ പ്രകാരം എഴുതണം. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് എ എയിം. എന്താണ് നമ്മുടെ എയിം? ടെസ്റ്റ് ദ കേബിൾ എൻഡ് വിത്ത് എ മൈക്രോസ്കോപ്പ് ഫോർ എനി ഡാമേജ് ഓർ ഡസ്റ്റ്. നെക്സ്റ്റ്, അടുത്ത് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ്. ഏതൊക്കെ ടൂൾസ് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എഴുതണം. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്. നെക്സ്റ്റ്, മെറ്റീരിയൽ യൂസ്. അടുത്ത മെറ്റീരിയൽ യൂസ് എന്താ എഴുതണം. അത് കഴിഞ്ഞാൽ തിയറി, മൈക്രോസ്കോപ്പിനെ പറ്റി ചുരുക്കം എഴുതുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എഴുതി വെക്കരുത്. ദെൻ പ്രൊസീജിയർ, ഹൗ യു ആർ ടെസ്റ്റിംഗ്. ഒരു കേബിൾ എങ്ങനെയാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നത് പ്രൊസീജിയർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ദെൻ റിസൾട്ട്, എന്ത് എക്സ്പെരിമെന്റ് ചെയ്താലും ഒരു റിസൾട്ട് കിട്ടും. എന്തായിരിക്കും ഇവിടെ റിസൾട്ട്? ഐദർ ദ കേബിൾ പാസ് ദ ടെസ്റ്റ് ഓർ ഫെയിലിയർ. ദാറ്റ് വി ഹാവ് ടു റൈറ്റ്. ദെൻ ലാസ്റ്റ് പ്രിക്കോഷൻസ്. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പ്രിക്കോഷൻസ് എഴുതും. ഇതുപോലെ ഈ ഓർഡറിൽ നിങ്ങളുടെ അധ്യാപകരെ എഴുതി കാണിച്ചു കൊടുക്കണം. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടെസ്റ്റ് എക്യുപ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.